ഹലോ ഫ്രണ്ട്സ്, എൻഎസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് PSC ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കേരള വാട്ടർ അതോറിറ്റിയിൽ ഇപ്പോൾ ഇൻ സർവീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ലോവർ കാറ്റഗറീസിൽപ്പെട്ട, അതായത് ഓപ്പറേറ്ററിനെക്കാട്ടിലും ലോവർ കാറ്റഗറീസിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഈ നോട്ടിഫിക്കേഷനിൽ പ്രകാരം എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഇപ്പം നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ലഭ്യമായിരിക്കില്ല. 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിരിക്കും. അപ്പം ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14/8/2024 വരെയാണ്. ഈ ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 195/2024 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒൺലി ഇൻ സർവീസ് പേഴ്സണൽ വർക്കിംഗ് ഇൻ ദ ലോവർ കാറ്റഗറീസ് ഇൻ കേരള വാട്ടർ അതോറിറ്റി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് കേരള വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഇൻ സർവീസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ലോവർ കാറ്റഗറീസ്, കേരള ഈ ഓപ്പറേറ്റർ തസ്തികക്കാരിൽ ലോവർ കാറ്റഗറീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഈ തസ്തികയിലേക്ക് എലിജിബിൾ ആയിട്ട് ഉള്ളത്. അപ്പം ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 27,200 രൂപ മുതൽ 73,600 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നിലവിൽ ഇപ്പോൾ 12 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 18 മുതൽ 50 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏജ് ലിമിറ്റ് പ്രത്യേകം ഓർക്കുക, 50 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം എലിജിബിൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ക്വാളിഫിക്കേഷനും ഉണ്ട്. അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഈ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ പറഞ്ഞ തസ്തികയിലേക്ക് എലിജിബിൾ ആയിരിക്കില്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ SSLC ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ തുടങ്ങിയ ഏതെങ്കിലും ട്രേഡുകളിൽ നിങ്ങൾക്ക് 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ നടത്തിയ 2 വർഷത്തെ കോഴ്സ് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അപ്പോൾ ഇതിൻ്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSC കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓപ്പറേറ്റർ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എൻഎസ് അക്കാദമിയുടെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയും ഈ വരുന്ന ഓപ്പറേറ്റർ തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് എൻഎസ് അക്കാദമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ എക്സാം വരെയും ഗൈഡൻസ് ആയിട്ട് പേഴ്സണൽ മെന്റർഷിപ്പ് സപ്പോർട്ട്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, PSC മുൻപ് നടത്തിയ ഓപ്പറേറ്റർ തസ്തികയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള നിരവധി മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഓപ്പറേറ്റർ തസ്തികയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഓപ്പറേറ്റർ തസ്തികയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.